എൻ്റെ ബ്രദർ ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇയർ ഡിസ്കിന് പ്രോബ്ലം ആയിട്ട്. അപ്പോൾ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞ പോലെ ഇവിടുത്തെ ഈ ട്രീറ്റ്മെന്റും പിന്നെ അതുപോലെ ഡോക്ടർ പറഞ്ഞ പോലെ എക്സസൈസും ഒക്കെ വെച്ചിട്ട് നല്ല ബെറ്റർ ആയി. അപ്പോൾ ബ്രദറാണ് പറഞ്ഞത് ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് മുട്ട് നല്ല വേദന ഉണ്ടായിരുന്നു. രണ്ട് മുട്ടുണ്ട് വേദന, പ്രത്യേകിച്ച് റൈറ്റ് ലെഗില്. ഇവിടെ വന്നു ഡോക്ടർ ഈ പറഞ്ഞ പോലെ ഇതിന്റെ പ്രൊസീജിയർ ഇതൊക്കെ ചെയ്തപ്പോൾ നമ്മൾ നല്ല ഫ്രീ ആയി. ഇപ്പൊ എണീക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ആ ഒരു കാലൊക്കെ ഒരു പിടുത്തം ഒരു ഇതായിരുന്നു, ഒരു ഫ്രീ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അതായത് ചെയ്തപ്പോൾ നല്ല ബെറ്റർ ആയി. നമുക്ക് ഒരു കൂടുതൽ പ്രതീക്ഷ ഈ എക്സസൈസ് ഇതൊക്കെ ചെയ്യുമ്പോൾ ഫുൾ മാറും, എല്ലാം നല്ല സ്ട്രോങ് ആവും, എനിക്ക് പഴയ പോലെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷ. നല്ല പ്രൊസീജിയർ. കാരണം എന്താ വെച്ചാൽ നമുക്ക് പലർക്കും അറിയില്ല. പലരും ഇങ്ങനെ ഈ വേദനയൊക്കെ വരുമ്പോൾ പല ഡോക്ടേഴ്സിന്റെ അടുത്ത് പോവും, മരുന്ന് കഴിക്കും, തൽക്കാല ശാന്തിക്കായിട്ട് അവര് എന്തെങ്കിലും ചെയ്യും. പക്ഷെ ഇതാവുമ്പോൾ കറക്റ്റ് ഡോക്ടർ കറക്റ്റ് എന്താണ് നമുക്ക് അതിന്റെ പ്രശ്നം, എന്താണ് നമുക്ക് പറ്റിയിട്ടുള്ളത്, അപ്പൊ എന്ത് ചെയ്യണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഡോക്ടർ കറക്റ്റ് പറഞ്ഞു തരും. അപ്പൊ നമ്മൾ അതുപോലെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടാണ്. നമ്മൾ ഹാപ്പിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഇത് വെച്ചിരിക്കാതെ നേരത്തെ വരെ അവിടെ എന്നുള്ളതാണ് കറക്റ്റ്. ആ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യേണ്ടത്. അതാണ് ശരിക്കും. നമ്മൾ വേറെ പലതും നോക്കും, തൽക്കാല ശാന്തിക്കായിട്ട് എല്ലാവരും പലതും നോക്കും ആദ്യം. അല്ല, ഇതുപോലെ നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്തെങ്കിലും വേദന കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ ഇതേപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളെയും വന്ന് കാണുക, ഡോക്ടറെ കാണുക. അപ്പൊ എന്താണ് എന്നുള്ളത് കറക്റ്റ് നമുക്കറിയില്ല എന്ത് ചെയ്യണം. നമ്മൾ ചിലപ്പോൾ സാധാരണ വേറെ എന്തെങ്കിലും ഇതാന്ന് വിചാരിക്കും. പക്ഷെ എങ്ങനെ നടക്കണം, എന്ത് ചെയ്യണം, എന്തൊക്കെ എക്സസൈസ് ചെയ്യണം, നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റ് അറിയണം. അപ്പൊ അത് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡോക്ടർ കറക്റ്റ് പറഞ്ഞു തരും. നമ്മൾ അതുപോലെയൊക്കെ കണ്ടിന്യൂ ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോ അത് വെച്ചിരിക്കരുത്. കാരണം നമുക്ക് ലൈഫ് ലോങ് നമുക്ക് ആവശ്യമുള്ളതാണ്. മുട്ടിന്റെ ഒരു വേദന നമുക്കത് മാറ്റി വെക്കാനോ അതൊന്നും പറ്റില്ല, നമുക്ക് ലൈഫ് ലോങ് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ആ ആരോഗ്യം തന്നെയല്ലേ പ്രധാനം. അപ്പൊ തീർച്ചയായിട്ടും അത് വേഗം എത്രയും പെട്ടെന്ന് ഇങ്ങനെ വരിക, അത് കറക്റ്റ് ട്രീറ്റ്മെന്റ് എടുക്കുക. ഇതുപോലെ കയറി വരുമ്പോ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താ പറയാ, നമുക്കൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഇത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഫുൾ ഹാപ്പി ആയിട്ടാ പോണത്. നമുക്ക് നല്ലൊരു കോൺഫിഡൻസ്, ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്കുണ്ട്. തീർച്ചയായിട്ടും കയറി വരുമ്പോ എനിക്ക് ഈ പറഞ്ഞ നമുക്ക് കാറിന്ന് ഇങ്ങോട്ട് ഇരുന്ന് ഇറങ്ങുമ്പോ ഒക്കെ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ അതൊക്കെ ഫ്രീ ആയി, റിലാക്സ് ആയി. നമ്മൾ ജോയിന്റ്സ് ഒക്കെ കുറച്ചൊന്നും ഇങ്ങനെ ഫ്രീ ആയതുണ്ട്. മുട്ടും ഒക്കെ നടക്കുമ്പോ ഒക്കെ ഒന്ന് ഫ്രീ ആയ പോലെ ഉണ്ട്. അല്ല, എനിക്ക് ആക്ച്വലി ഷോൾഡറിന്റെ ഇപ്പോ ഇങ്ങനെ എക്സസൈസ് ചെയ്തതിന്റെ ഒരു ചെറിയ ഒരു സ്ലിപ്പ് ആയിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്, എക്സ്റേ നോക്കിയിട്ട്. അപ്പൊ എനിക്ക് എൻ്റെ ബ്രദറിൻലോ ഇവിടെ ഇതുപോലെ ഡിസ്കിന്റെ ഇതിലും രൂക്ഷമായിട്ടുള്ള പ്രോബ്ലം ആണ്. അപ്പൊ അത് ചെയ്തിട്ട് പുള്ളി ഇപ്പൊ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് പുള്ളി വളരെ റിലാക്സ്ഡ് ആണ്. അപ്പൊ പുള്ളിയുടെ അഡ്വൈസ് പ്രകാരമാണ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞത് എനിക്ക് അതിന് റിലാക്സ് ആയിട്ടുണ്ട്, അപ്പൊ നിങ്ങൾ പോയി നോക്കി നോക്കോ, നിങ്ങൾക്കും അതിന്റെ ഗുണം ഉണ്ടാവും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ എത്തിയത്. അപ്പോ ഇപ്പോ ഷോൾഡർ പ്രൊസീജിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ടൈറ്റ്നെസ് ഉണ്ടായിരുന്ന ഒരു ചെറിയ റിലാക്സ് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പൊ ഇനി ബാക്കി എക്സസൈസുകളും കാര്യങ്ങളും ചെയ്യുമ്പോൾ കൂടുതൽ എനിക്ക് പഴയ പോലെ തന്നെ എല്ലാം ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. 100% ഹാപ്പിയാണ്. ഇനിയിപ്പോൾ ഡോക്ടർ പറഞ്ഞ ബാക്കിയുള്ള എക്സസൈസുകളും കൂടി നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ നമ്മൾ സ്ട്രോങ് ആവും. താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.